വിഷ്ണു, നമ്മള് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നമുക്കറിയാം വർഷങ്ങളായി അദ്ദേഹം പറവൂർ മണ്ഡലമാണ്. അപ്പൊ അതിന്റെ ഒരു ഉറച്ച ആത്മവിശ്വാസം ഒക്കെ തന്നെയുണ്ട്. പലരും ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണം തന്നെ ഒരു വലിയ ശക്തി പ്രകടനമാക്കി മാറ്റുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇന്നിപ്പോൾ എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള കാഴ്ചകൾ? മറ്റാരെല്ലാം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു? സ്മിത, അദ്ദേഹം രാജീവ് ഭവനിൽ നിന്ന് വലിയ പ്രവർത്തകരോടൊപ്പം വലിയ ആവേശത്തോടെയാണ് പറവൂർ താലൂക്ക് ഓഫീസിലേക്ക് എത്തി പത്രിക സമർപ്പിച്ചത്. 2 സെറ്റ് പത്രികയാണ് സമർപ്പിച്ചിട്ടുള്ളത്. പറവൂരിനെ സംബന്ധിച്ച് വി.ഡി. സതീശന്റെ കുടുംബമാണ് പറവൂരെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇത്തവണ അദ്ദേഹം ഒരു വലിയ വിജയം പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ തവണ 21,000 ആയിരുന്നു ഭൂരിപക്ഷമെങ്കിൽ ഇത്തവണ അത് ഇരട്ടിയാക്കാം എന്ന പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. അദ്ദേഹത്തിന്റെ വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തിയായി അദ്ദേഹം അല്പസമയത്തിനകം തന്നെ എത്തും. അതിനുശേഷം ഈ രാഷ്ട്രീയ മറുപടികളൊക്കെ ഉണ്ടാകും. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പ്രതികരണവുമായി ബന്ധപ്പെട്ടൊക്കെ രാഷ്ട്രീയ പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഈ മണ്ഡലത്തിലെ ഈ നാമനിർദ്ദേശ പത്രിക നൽകിയ ശേഷം അദ്ദേഹം പുറത്തുള്ള മണ്ഡലങ്ങളിലേക്ക് പോകും. അവിടെയാണ് ഇനി പ്രചരണ നടപടികളൊക്കെ ഉണ്ടാകുക. അതിനുശേഷം ഈ പറവൂരിലെ ക്യാമ്പയിൻ പ്രവർത്തകർ ഏറ്റെടുക്കുമെന്നും പറവൂരിൽ ഒരു വലിയ ഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹം വിജയിക്കും എന്നുള്ള പ്രതീക്ഷയാണ് UDF ക്യാമ്പിന് ഉള്ളത്. 96-ലെ തോൽവിക്ക് ശേഷം അദ്ദേഹം വീണ്ടും പറവൂരിലേക്ക് എത്തുന്നു. 2001 മുതൽ ആരംഭിച്ച ജൈത്രയാത്ര ഇപ്പോഴും തുടരുകയാണ്. ഇടതുപക്ഷമാകത്തെ ഇത്തവണ പ്രതിപക്ഷ നേതാവിന് ശക്തമായ ഒരു ഫൈറ്റ് നൽകാനുള്ള തീരുമാനത്തിലാണ്. E.T. ടൈസൺ മാസ്റ്ററാണ് LDF-ന് വേണ്ടി കളത്തിലുള്ളത്. E.T. ടൈസൺ മാസ്റ്ററുടെ പ്രചരണമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അവർ ഒരു വിജയം അതല്ലെങ്കിൽ വിജയത്തിനോടൊത്ത ഈ ഭൂരിപക്ഷം കുറക്കലോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്കോ ഒക്കെ എത്താൻ പറ്റുമെന്ന പ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുന്നത്. പക്ഷേ പറവൂരിനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണത്തെ പോലെയൊന്നുമല്ല. പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലമാണ്. ഒപ്പം തന്നെ UDF അധികാരത്തിലേക്ക് എത്തിയാൽ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ഒത്തുവന്നാൽ ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ മണ്ഡലമായി ഭാവിയിൽ അറിയപ്പെടാൻ പോകുന്ന ഒരു മണ്ഡലം കൂടിയാണ്. ആ പശ്ചാത്തലത്തിൽ പറവൂരിലെ UDF പ്രവർത്തകർ ഒന്നാകെ ഒറ്റക്കെട്ടായി നിന്ന് വി.ഡി. സതീശന്റെ ഭൂരിപക്ഷം ഉയർത്താനും അദ്ദേഹത്തിന്റെ വിജയത്തിനും വേണ്ടിയുള്ള പ്രവർത്തനത്തിലേക്കാണ് കടക്കുന്നത്. വി.ഡി. സതീശന്റെ അദ്ദേഹത്തിന്റെ നോമിനേഷൻ നടപടികൾ പൂർത്തിയാക്കി താഴേക്ക് ഇറങ്ങി വരികയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ BJP CPM ഡീല് അതാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ച് നിർത്തിയത്. അതിന് CPM-ന്റെ ഭാഗത്ത് രാഷ്ട്രീയ മറുപടി എത്തിയിരുന്നു. അദ്ദേഹം എത്തുകയാണ് പ്രതികരണത്തിന് വേണ്ടിയിട്ട്. വലിയ പ്രതീക്ഷയോടെയാണ് UDF ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ് അല്പസമയം മുൻപ് പത്രിക സമർപ്പിച്ചത്. അദ്ദേഹം വലിയ പ്രകടനവുമായി എത്തിയാണ് ഈ പത്രിക സമർപ്പിക്കാനായി എത്തിയത്. പ്രതിപക്ഷ നേതാവ് കൂടെയുണ്ട്, അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. വിഷ്ണു പറഞ്ഞതുപോലെ എന്താണ് ഇന്നിപ്പോൾ ഈ ഡീൽ വിഷയത്തിൽ അത് പാർട്ടിയുടെ ഒരു മറുപടി ഉണ്ടായി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മറുപടി ഉണ്ടായി. അതിലെന്താണ് പറയാനുള്ളത് പ്രതിപക്ഷ നേതാവിന്? അത് കേൾക്കാനാണ് ജനങ്ങൾ കാതോർത്തിരിക്കുന്നത്. മാധ്യമങ്ങൾ എല്ലാവരും അദ്ദേഹത്തിനൊപ്പം അടുത്ത് തന്നെയുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.